നമസ്കാരം. പ്രൈം ഡിബേറ്റ് തുടങ്ങുന്നു. ചർച്ചകളിൽ തീരുമാനമാകാതെ നഴ്സുമാരുടെ സമരം നീണ്ടുപോകുന്നതിന് ഉത്തരവാദി ആരാണ്? ശമ്പള വർധനവിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന മാനേജ്മെന്റുകളുടെ വാദത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? സമരത്തിൽ സർക്കാർ നിലപാട്, ഇടത് തൊഴിലാളി സംഘടനകളുടെ നിലപാട്, അതൊക്കെ ആർക്കൊപ്പമാണ്? ആരോഗ്യമേഖലകളിലെ മറ്റ് സമരങ്ങൾ പോലെ അടിയന്തര ചർച്ച നടക്കേണ്ട ഒന്നാണ് ഈ സമരമെന്ന് സർക്കാരിന് തോന്നുന്നില്ലേ? ചോദിക്കുന്നു എല്ലാ ചോദ്യങ്ങളും പ്രൈം ഡിബേറ്റ് പ്രധാന വാർത്തകൾക്ക് ശേഷം. മൂന്നാറിൽ വീണ്ടും മുടക്കി സിപിഐയും സിപിഎമ്മും. ഉന്നതതല യോഗം മാറ്റിവെക്കണമെന്ന സിപിഐ ആവശ്യം സർക്കാർ തള്ളി. യോഗം ജൂലൈ 1 തന്നെ വിട്ടുനിൽക്കുമെന്ന് സിപിഐ എക്സിക്യൂട്ടീവിന്റെ ഭീഷണി. നഴ്സുമാരുമായി മാനേജ്മെന്റ് നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞു. ആവശ്യപ്പെടുന്ന വേതനം നൽകാനാവില്ലെന്ന് മാനേജ്മെന്റുകൾ. തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടത്തും വരെ സമരത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് നഴ്സുമാർ. പിന്തുണയുമായി ന്യൂസ് 18. ആക്രമിക്കപ്പെട്ട നടി നടനെതിരെ പരസ്യമായ രംഗത്ത്. പൾസർ സുനിയുമായി ബന്ധമുണ്ടെന്ന പരാമർശം വേദനിപ്പിച്ചു. ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമെന്നും നടി. സുനിയുടെ ജയിലിലെ ഫോൺ വിഭാഗത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. നടിയും സുനിയുമായി അടുപ്പമുണ്ടെന്ന് ദിലീപിനോട് പറഞ്ഞിട്ടില്ലെന്ന് ലാൽ. പുതുവൈപ്പ് സംഭവത്തിൽ സർക്കാർ വാദം പോലീസിനെ ന്യായീകരിക്കാനെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശിക്ഷിക്കാൻ പോലീസിന് അധികാരമില്ലെന്നും കമ്മീഷൻ. ചെമ്പനോട വില്ലേജ് അസിസ്റ്റന്റ് സിലീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. സിലീഷിനെതിരെ നടക്കുന്നത് ക്വാറി മാഫിയയുടെ ഗൂഢാലോചനയെന്ന് ബന്ധുക്കൾ. സിലീഷിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി സംശയമെന്ന് ജോയിയുടെ ഭാര്യ മോളി. ജോയിയുടെ സഹോദരൻ ജെയിംസിനെയും ചോദ്യം ചെയ്യും. പനി നിയന്ത്രണത്തിന് നടപടികളുമായി സംസ്ഥാന സർക്കാർ. 3 ദിവസത്തെ ശുചീകരണ യജ്ഞത്തിന് തുടക്കം. സംസ്ഥാനത്ത് 8 പനിമരണം കൂടി. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഈ സമരത്തോട് കരുണ വേണ്ടേ? സംസ്ഥാനത്തെ നഴ്സുമാരുടെ സമരം സർക്കാർ തലത്തിലുള്ള ചർച്ചയിലേക്ക്. ലേബർ കമ്മീഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാതെ വന്നതോടെയാണ് തൊഴിൽ മന്ത്രി ഇടപെട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. തൊഴിൽ മന്ത്രിയുടെ ചർച്ച വരെ സമരം മാറ്റിവെക്കാൻ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തീരുമാനിച്ചു. അടിസ്ഥാന ശമ്പളത്തിൽ 35% വർധനയ്ക്ക് കഴിയില്ലെന്ന ആശുപത്രി മാനേജ്മെന്റുകൾ നിലപാടെടുത്തു. കുറഞ്ഞ ശമ്പളം 22,000-ൽ താഴെ എന്നത് അനുവദിക്കാനാകില്ലെന്ന് നഴ്സുമാരും. ഇതോടെ ചർച്ച മന്ത്രിതലത്തിലാകാമെന്ന് ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചു. ഇരുവിഭാഗവും അംഗീകരിച്ചു. തൊഴിൽ മന്ത്രി ചർച്ച നടത്തും വരെ പണിമുടക്ക് പാടില്ലെന്ന ആവശ്യവും നഴ്സുമാർ അംഗീകരിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്തു തന്നെ ഒരു യോഗം വിളിക്കുകയും ഇന്ന് ലേബർ കമ്മീഷണർ മന്ത്രിയുമായി സംസാരിച്ച ശേഷം ഡേറ്റ് എടുത്തതിന് ശേഷം അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ പണിമുടക്കിയുള്ള സമരത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള ഒരു അഭ്യർത്ഥന യുഎൻഒയോട് ലേബർ കമ്മീഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ യോഗം വരെ പണിമുടക്കിയുള്ള സമരത്തിൽ നിന്ന് പിന്മാറാം എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലിയ വർധനയാണ് നഴ്സുമാർ ആവശ്യപ്പെടുന്നതെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും മാനേജ്മെന്റുകൾ പ്രതികരിച്ചു. അതേസമയം സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഉയർന്ന നിരക്ക് പ്രഖ്യാപിച്ചാൽ അംഗീകരിക്കാമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നു. തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യങ്ങളും ഞങ്ങൾക്ക് താങ്ങാവുന്നതും കൂടെ വളരെ വലിയൊരു അന്തരമുണ്ട്. അവരാവശ്യപ്പെടുന്നത് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഞങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നത് അവർക്ക് പോരതാനും. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ സാധാരണ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഞങ്ങൾ ഗവൺമെന്റിലേക്ക് വിടുകയാണ്. പണിമുടക്കില്ലെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ തുടങ്ങാനാണ് നഴ്സുമാരുടെ തീരുമാനം. മാനേജ്മെന്റുകളുടെ നിലപാട് തള്ളി സർക്കാർ സ്വമേധയാ കുറഞ്ഞ കൂലി പ്രഖ്യാപിച്ച് വിജ്ഞാപനമിറക്കണമെന്നും നഴ്സുമാർ ആവശ്യപ്പെടുന്നു. ഏതായാലും പനിക്കാലത്ത് സമരം തൊട്ടുമുന്നിൽ നിൽക്കെ സർക്കാർ എടുക്കുന്ന നിലപാടാകും ഇനി നിർണായകം. ജി ശ്രീജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചേരുന്നു യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ തിരുവനന്തപുരത്തു നിന്നും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകൻ PK രാജു, മാനേജ്മെന്റ് അസോസിയേഷൻ വക്താവ് ഹുസൈൻ കോയ തങ്ങൾ കൊച്ചിയിൽ നിന്ന്, അതോടൊപ്പം തന്നെ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ കൊല്ലത്തു നിന്നും. ആരോഗ്യമന്ത്രി കെ ശൈലജയും പി കരുണാകരൻ എംപിയും ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. അതിനു മുൻപ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസും
ഒപ്പം തന്നെ കൂടുതൽ നഴ്സുമാരും കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നമ്മുടെ പ്രതിനിധി സുവി വിശ്വനാഥൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സുവി, ഏത് രീതിയിലാണ് സമരം സംസ്ഥാന വ്യാപകമായി ബാധിച്ചിരിക്കുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കൂടി ഉപകരിക്കും ഇനി അവരുടെ പ്രതികരണങ്ങൾ. ഈ സമരത്തിൽ നിൽക്കുന്നവരെ തന്നെ മോശമായി ബാധിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടാകാത്തത്, ചർച്ചകൾ നീണ്ടുപോകുന്നതെല്ലാം എങ്ങനെയാണ് നഴ്സുമാരെ ബാധിച്ചിരിക്കുന്നത്? അപർണ, 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നഴ്സുമാർ വീണ്ടും ഒരു അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ്. വേതന വർധന തന്നെയാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട ആവശ്യമായി ഇവർ ഉയർത്തുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ കൊച്ചിയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഉണ്ട്. ഒപ്പം ഇവർ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ പ്രതിനിധികൾ കൂടിയാണ്. അവരോട് തന്നെ നമുക്ക് അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത്തരമൊരു സമരത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ നിർബന്ധിതമാക്കിയ ഒരു സാഹചര്യം എന്താണ്? ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്ക് മാന്യമായിട്ട് കേരളത്തിൽ ജീവിക്കാനുള്ളൊരു വേതനമില്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. അന്നം തന്നെയാണ് പ്രധാനപ്പെട്ടത്. ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് സമരത്തിലേക്ക് പോകുന്നല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, 2011 ആണ് ആദ്യമായിട്ട് കേരളത്തിലെമ്പാടും നേഴ്സിംഗ് സമരങ്ങൾ ആഞ്ഞടിച്ചത്. അതിനുശേഷം 2013 പുതിയ ആ ടൈമിൽ മിനിമം വേജസ് നിലവിൽ വന്നു എങ്കിലും ഏകദേശം 90% ഹോസ്പിറ്റലുകൾ ആ മിനിമം വേജസ് അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും എറണാകുളത്തെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് മിനിമം വേജസ് കിട്ടാത്ത ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഞങ്ങൾ തന്നെ നേടിയത് പലപ്പോഴും ചോദിച്ചിട്ട് തന്നെയാണ് നേടുന്നത്. അല്ലാതെ ഒരു കാര്യത്തിലും ഈ സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾ നഴ്സുമാരുടെ ഞങ്ങളുടെ ജീവിത സാഹചര്യം അവർ മനസ്സിലാക്കുന്നില്ല. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയത് ഇന്നത്തെ ചർച്ചയിൽ ഉടനീളം കേരളത്തിലെ മുഴുവൻ നഴ്സുമാരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾ തുടർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് പറയാനുള്ള കാരണം, ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 20 ലക്ഷം 30 ലക്ഷമൊക്കെയാണ് ഡോക്ടർമാർക്ക് ഇവർ സാലറി കൊടുക്കുന്നത്. ആ സമയത്ത് ഒരു 10,000 രൂപ ശമ്പളം തരുവാൻ തന്നെ ഈ മാനേജ്മെൻറ്റുകൾ അവർ ബുദ്ധിമുട്ട് നേഴ്സുമാർക്ക് കൊടുക്കാൻ തന്നെ അവർ വില്ലിങ് അല്ല എന്ന് പറയുമ്പോൾ എത്ര അധികം രീതിയിലാണ് ഇവർ നഴ്സുമാരെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ 2011 തന്നെ വളരെ വേഴ്സ്റ്റായ ഒരു സാഹചര്യമായിരുന്നു നഴ്സുമാരുടേത്. അതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം രൂക്ഷമാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ? വളരെ മോശമാണ്. വീണ്ടും നമ്മൾ വലിയ മാറ്റമൊന്നുമില്ല. അന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ആ സാലറി ഹൈക്കിൽ നമ്മൾക്ക് ഒരു മെച്ചമായ സാഹചര്യം ഇനി ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ വീണ്ടും തദൈവ എന്നുള്ള അവസ്ഥ തന്നെയാണ്. നമ്മൾ വീണ്ടും ഇന്നൊരു ചർച്ചയുണ്ടായിരുന്നു. നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ ആ ഒരു പ്രതീക്ഷ ഇത്ര നേരം നോക്കിയിരുന്നു. അതിനകത്ത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത ഫലമായിട്ട് നമ്മുടെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് അടുത്ത ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ അതുവരെ അടുത്ത സമര പരിപാടികളുടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം മെച്ചപ്പെട്ട സാഹചര്യമാണ് നിങ്ങളുടെ തൊഴിൽ സാഹചര്യം? എത്രത്തോളം മെച്ചപ്പെട്ടതാണ് തൊഴിൽ സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പം ഷാ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ എന്താ പറയുക, നമുക്ക് അന്നം തന്നെയാണ് ഏറ്റവും വേണ്ടപ്പെട്ടത്. ഇപ്പം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നോക്കുമ്പോൾ എല്ലാ സാധനത്തിനും വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുച്ഛമായ സാലറിയിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പല ഹോസ്പിറ്റലുകളും, ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചാണെങ്കിൽ പല ഹോസ്പിറ്റലും മിനിമം വേജസ് എന്ന് പറയുന്നത് വെറും പ്രഹസനം മാത്രമാണ്. പല തുച്ഛമായ കാശ് നൽകിയിട്ട് അല്ലെങ്കിൽ ഇന്ന കട്ടിംഗ് ആണ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കട്ടിംഗ് ആണെന്ന് പറഞ്ഞ് നഴ്സുമാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ പുതുവൈപ്പ് ഉൾപ്പെടെയുള്ള സമരങ്ങളിലാണെങ്കിലും ഈ സമരങ്ങൾക്കൊക്കെ രാഷ്ട്രീയക്കാരുടെ ഒരു പിന്തുണ ലഭിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നഴ്സുമാർ അന്ന് സമരം ചെയ്യുമ്പോഴും ഇപ്പോൾ സമരം ചെയ്യുമ്പോഴും അത്തരം രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ അല്ലെങ്കിൽ പിൻബലം ലഭിക്കാതെ? ഒന്നാമത്തെ, ഞങ്ങളുടെ സംഘടനകൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴിൽ വരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കോർപ്പറേറ്റ് ലോബികളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാര്യം എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടായിരിക്കാം ആരും തന്നെ ശരിക്കും മുന്നോട്ട് വരുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. എടുത്തു പറയാനായിട്ടൊന്നും ഒരു പാർട്ടിക്കാരും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നില്ല. ശരിക്കും ആരും തന്നെ, നേഴ്സസ് തന്നെയാണ് ഇതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നതും ഇപ്പോൾ സമരത്തിലേക്ക് നയിക്കാൻ, ശരിക്കും സമരം ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സമരമില്ലാതെ എത്രയും ഭംഗിയായിട്ട് തീർത്തു പോകാമോ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ വളരെ നന്ദി സുവി വിശ്വനാഥൻ, ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസും അതോടൊപ്പം തന്നെ മറ്റ് നഴ്സുമാരുമാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്.
സംസ്ഥാന പ്രസിഡന്റ് യുഎൻഎയുടെ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷായിലേക്ക് പോകുന്നു. ജാസ്മിൻ ഷാ, എന്തുകൊണ്ടാണ് ഇന്ന് നടന്ന ചർച്ച പരാജയപ്പെട്ടത്? അടിസ്ഥാന ശമ്പളം സംബന്ധിച്ച അസോസിയേഷൻ ഉന്നയിച്ച വ്യവസ്ഥകളിൽ അണുവിടം മാറാതെ ഉറച്ചു നിന്നതുകൊണ്ടാണോ സമവായ ചർച്ചകളൊന്നും നടക്കാതെയായത്, അതോ മാനേജ്മെന്റുകളുടെ പിടിവാശിയോ? തീർച്ചയായിട്ടും മാനേജ്മെന്റുടെ പിടിവാശി തന്നെയാണ് ഇത്തരമൊരു ചർച്ച പരാജയപ്പെടാനുള്ള കാരണം വളരെ ധിക്കാരം നിറഞ്ഞ നിലപാടാണ് അവർ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. രോഗികളുടെ ജീവൻ വെച്ച് ശരിക്കും പന്താടുന്നത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇനി ഈ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു ശക്തമായ നിലപാടെടുത്തത്. സർക്കാർ പ്രഖ്യാപിക്കട്ടെ. എല്ലായ്പ്പോഴും പറയുന്നത്, സർക്കാർ പോലും പറയുന്നത്, ഒരു കൺസിലിയേഷൻ ടോക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടപെടാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പ്രതിസന്ധി ഇപ്പം മാറിയിരിക്കുന്നു. ഇപ്പം പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. വളരെ ശക്തമായിട്ടുള്ളൊരു ശമ്പളം ഉടനടി പ്രഖ്യാപിക്കാൻ, സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള ശമ്പളം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണം. അപ്പോൾ പകരം ഞങ്ങളെ ഓഡിറ്റ് ചെയ്യാതെ ഞങ്ങളെ മേൽ സമ്മർദ്ദം ചെലുത്താതെ ആ സമ്മർദ്ദം നൽകേണ്ടത് ഇവിടെ മുതലാളിമാരുടെ മേലാണ്, മാനേജ്മെന്റുകളുടെ മേലാണ്. അവരാണ് ഇവിടെ കാലങ്ങളായിട്ട് ഈ നഴ്സുമാരടക്കമുള്ള ആശുപത്രി ജീവനക്കാരെ അടിമകളെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നത്, അവർക്ക് മൗലികമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നത്. ഈ ആശുപത്രി മേഖലകളെ കൂച്ചുവിലം കിടക്കാൻ സർക്കാർ തയ്യാറാവണം. ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള വേതനം നൽകാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഇപ്പോൾ പനി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മറക്കേണ്ടി വരും. ഞങ്ങൾ ഇപ്പോഴും സർക്കാർ മന്ത്രിയുടെ ചർച്ച വരെ ഞങ്ങൾ കാത്തിരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ക്ഷമ ദൗർബല്യമായി കാണരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ മണ്ണിൽ മാന്യമായി ജീവിക്കാനുള്ള വേതനം അടിയന്തിരമായി നടപ്പിലാക്കണം. തിരികെ വരാം. ജാസ്മിൻ ഷാ, മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ കൊല്ലത്ത് നിന്ന് ചേർന്നു. ശ്രീ ഷിബു ബേബി ജോൺ, വലിയ സമരത്തിലേക്ക് നീങ്ങുന്നു നഴ്സുമാർ, നിരാഹാര സമരത്തിലേക്ക്, സെക്രട്ടേറിയറ്റ് ധർണയിലേക്ക് നീങ്ങുന്നു അവർ. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ആരോഗ്യമേഖലയിലെ മറ്റ് സമരങ്ങൾ പോലെ, ഡോക്ടർമാരുടെ സമരം പോലെ വളരെ അടിയന്തരമായി വിഷയത്തിനകത്ത് ഇടപെടേണ്ടതാണ് എന്ന് സർക്കാർ വിചാരിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അല്ല, ഇത് ഡോക്ടർമാരുടെ സമരവും നഴ്സുമാരുടെ സമരവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ല. ഡോക്ടർമാരുടെ സമരത്തിൽ സർക്കാരുകൾ ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നഴ്സിംഗ് മേഖലയിൽ നടക്കുന്നത്. അതിനോട് തികഞ്ഞ അലംഭാവവും നിസ്സംഗതയാണ് ഗവൺമെൻറ് വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഇത്രയും വിഷയം സങ്കീർണമായിട്ടും ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടിട്ടും ഇന്നത്തെ IRCയിൽ പോലും ഒരു മന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു ലേബർ കമ്മീഷണർ വിളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ലേബർ കമ്മീഷണർ പറയുന്നതനുസരിച്ച് മാനേജ്മെൻറ്റുകൾ അംഗീകരിക്കില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒരു മന്ത്രിയും ഗവൺമെൻറ്റും ഇടപെടുമ്പോൾ ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഇടപെടണം. UDF ഭരണ കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി ഇടപെട്ടതാണ് ഈ വിഷയത്തിൽ. അങ്ങനെ മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ടാണ് അന്ന് വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടത്. ഒരു മന്ത്രി ഇടപെട്ട് സംസാരിക്കുമ്പോൾ മാനേജ്മെൻറ്റുകൾ സ്വാഭാവികമായി കുറെ കൂടെ ആ തീരുമാനങ്ങൾക്ക് വഴങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഇതിൽ എന്തോ ഈ വിഷയം ഗൗരവത്തിൽ എടുക്കാത്തതാണോ അതോ ഈ വിഷയത്തിനൊരു പരിഹാരം കാണണം എന്ന ആത്മാർത്ഥത ഇല്ലാത്തതാണോ, ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കമാണോ നടക്കുന്നത് എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം 3 മന്ത്രിമാർ പങ്കെടുത്തിട്ടാണ് ഇന്ന് IRCയിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞത്. എന്നിട്ട് തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് പങ്കെടുക്കാൻ അദ്ദേഹം സുഖമില്ലായിരിക്കുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭ എന്നുള്ള നിലയിൽ മറ്റു മന്ത്രിമാർ അതിൽ പങ്കെടുക്കണമായിരുന്നു. പങ്കെടുക്കാത്തത് അവർ കൊടുക്കുന്ന ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശമാണ്. തീർച്ചയായും. PK രാജു സ്റ്റുഡിയോയിൽ നിന്ന്, നഴ്സുമാരുടെ സമരം ആദ്യമായിട്ടല്ല, പക്ഷേ ഒരു സംഘടിത ശക്തി എന്ന രീതിയിൽ ഈ സമരങ്ങൾ ശ്രദ്ധ നേടി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അങ്ങനെ ഒരു സംഘടിത ശക്തിയാകാൻ വൈകിയതാണോ ഈ സമരത്തോടുള്ള നിലപാട് സർക്കാരിന്റെ ഉദാസീനമാകാൻ കാരണമായി ആരോപിക്കപ്പെടുന്നത്? അതോ ഇടത് പക്ഷ തൊഴിൽ സംഘടനകളുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? അതിനകത്ത് എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ പിന്തുണ ഈ സമരത്തിന് ലഭിക്കാത്തത് ഇതുവരെ? ആതുര സേവന രംഗത്ത് 30 വർഷത്തിലേറെയായി ഞാൻ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. തീർത്തും ഈ സമരം ഒരാവശ്യമായ സമരമാണ്. ഞാനത് അടിവരയിട്ട് പറയുന്നു. പാവപ്പെട്ട നഴ്സുമാർ ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ സമരത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അവർ ഇപ്പോൾ കണ്ട ഈ സമയം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമാൻ ഷിബു ബേബി ജോൺ
ഒരു കാര്യം ഓർക്കേണ്ടത്, ശിവരാമൻ നമ്മുടെ ബലരാമനും അതുപോലെ തന്നെ വീരകുമാർ കമ്മീഷനും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അത് കഴിഞ്ഞ UDFൻ്റെ കാലത്താണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. സ്വകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്ന നേഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം അവരൊരു കമ്മിറ്റി തന്നെ കൂടി നിർദ്ദേശിച്ചു, അത് നടപ്പാക്കിയില്ല. അത് ഈ സർക്കാർ നടപ്പാക്കിയിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഉത്തരവ് തന്നെ നൽകിയിട്ടുണ്ട്. ഈ സ്വകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്ന നേഴ്സുമാർക്ക് മിനിമം വേജസ് നൽകണമെന്ന് രണ്ട് സർക്കാരുകളും മാറിയും തിരിഞ്ഞും വരുന്ന കേരളത്തിൽ രണ്ട് സർക്കാർ, UDFും LDF സർക്കാരുമാണ്. അവർ നടപ്പാക്കാത്തതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. തീർച്ചയായും ഇവരുടെ സമരം ഈ സമയത്ത് തിരഞ്ഞെടുത്ത സമയം ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ കഴിഞ്ഞ 19-ാം തീയതി ഇവർ തൃശ്ശൂർ ജില്ലയിൽ സൂചന ഞാൻ തിരികെ വരാം. ശ്രീ പി കെ രാജു, ഇപ്പോൾ പി കരുണാകരൻ എം പിയും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പി കരുണാകരൻ എം പി, കൂടുതൽ ചർച്ചകൾ സർക്കാർ തലത്തിൽ നടക്കട്ടെ എന്നാണ് ലേബർ കമ്മീഷണറുടെ നിർദ്ദേശം. മാനേജ്മെന്റുമായുള്ള ചർച്ചകളിൽ തീരുമാനമുണ്ടായിട്ടില്ല. സമരത്തിൽ ഞങ്ങൾ ഇറങ്ങുന്നില്ല. തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമേ ഇനി സമരത്തിനുള്ളൂ. സമരത്തിൽ നിന്ന് മാറി നിൽക്കാം. പകരം നിരാഹാര സമരം, സെക്രട്ടേറിയറ്റ് ധർണ മുതലായ കാര്യങ്ങളാണ് നഴ്സസ് അസോസിയേഷൻ ഉന്നയിക്കുന്നത്. അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യമായി സർക്കാരിന് ഇത് തോന്നുന്നില്ല ഇതുവരെ? അല്ല, സർക്കാരിന് തോന്നുന്നതുകൊണ്ടാണല്ലോ തൃശ്ശൂരിൽ ഈ സമരം വന്ന സമയത്ത് തന്നെ ഈ സംസ്ഥാനത്തിലെ ഒരു മന്ത്രി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് വന്നത്. ഇവിടെ ഷിബി ബേബി ജോൺ ഒരു കാര്യം പറഞ്ഞു, കാരണം സംസ്ഥാന ഗവൺമെന്റ് തീരെ കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ തൃശ്ശൂരിൽ ഈ സമരം ആദ്യം വന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു മന്ത്രി തന്നെയായിരുന്നു ഇതിന് മുൻകൈ എടുത്തത്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ചില ആശുപത്രികളുടെ സമരം തീർന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ല എന്നുള്ളത് ശരിയാണ്. സംസ്ഥാന തലത്തിൽ തന്നെയുള്ള പ്രശ്നം എന്ന നിലയിലും ഒട്ടേറെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട കാര്യം എന്ന നിലയിലും ഈ നേഴ്സുമാരെ സംബന്ധിച്ച് ശരിയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമല്ല, എനിക്കറിയാം പാർലമെന്റിൽ ഞങ്ങൾ പലപ്പോഴും നമ്മുടെ നേഴ്സുമാർ ധാരാളം പ്രവർത്തിക്കുന്നതാണ്. ഡൽഹിയിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും സ്വമേധയാ തന്നെ വരുന്ന ഒട്ടേറെ സമരങ്ങൾ അവസാനം ഞങ്ങൾ തന്നെ അതിൽ ഒട്ടേറെ സമരങ്ങളിൽ പോവുകയും ബന്ധപ്പെടുകയും മാനേജ്മെന്റുമായി സംസാരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നേഴ്സുമാരെ സംബന്ധിച്ച് വളരെ ചെറിയ ശമ്പളമാണ് കിട്ടുന്നത്. ചില ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട ശമ്പളം കൊടുക്കുന്നുണ്ടാവും എന്ന് പറയാം. പക്ഷെ പൊതുവിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ ചെറിയ ശമ്പളമാണ്. ഡോക്ടർമാരുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും മറ്റു മേഖലകളുമായി ബന്ധപ്പെടുത്തിയാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ശമ്പളം തൃപ്തികരമാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത് 100% ശരിയാണ്. മാത്രമല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ ഈ കേരളത്തെ ഏത് സമരമായാലും ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആരായാലും സമരം ചെയ്യുന്ന സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ പനി അത്രയേറെ ബാധിക്കുന്ന സമയത്ത് ഈ സമയം ശരിയാണോ എന്നത് അവർ ആലോചിക്കേണ്ടതാണ്. അതേസമയത്ത് ഇപ്പോ മന്ത്രി ചർച്ചക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അതുവരെ ഞങ്ങൾ സമരത്തിൽ ഇല്ല എന്ന് പറയുന്ന അവരുടെ സമീപനം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അപ്പൊ ഗവൺമെന്റ് അതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മന്ത്രി തന്നെ ചർച്ചക്ക് വിളിച്ചത്. അപ്പൊ നമ്മുടെ രാജ്യത്തിൽ ഒട്ടേറെ മേഖലകളിൽ സമരങ്ങളും പ്രശ്നങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ആശുപത്രി രംഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ സമരത്തിലേക്ക് മുമ്പൊരിക്കൽ 5-8 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലാണ് ധാരാളം ആശുപത്രികളും കാര്യങ്ങളും ഉള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേതനം, സേവനം, മറ്റു കാര്യങ്ങൾ പരിഷ്കരിക്കുകയും ആവശ്യമായിട്ടുള്ള നൽകുകയും ചെയ്യണമെന്നതിന് യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോ ഇല്ല. അതുകൊണ്ടതാണ് ഒരു ഘട്ടത്തിൽ ഒരു മന്ത്രി നേരത്തെ തന്നെ ഇടപെട്ടു. ഇനിയിപ്പോ തൊഴിൽ മന്ത്രി തന്നെ ഇത് ഇടപെടാൻ തീർച്ചയായും അക്കാര്യത്തിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കൂടെ വരുത്തട്ടെ. ശ്രീ പി കരുണാകരൻ എം പി ദയവായി തുടരുക. ജാസ്മിൻ ഷാ, ആരോഗ്യപരമായി കേരളം ആശങ്കയുടെ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അത്രയ്ക്ക് കടുത്ത രീതിയിൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു. അതുകൊണ്ട് ഈ ഭാഗത്തും ചോദിക്കുന്നത്, സമരം ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സമയം ശരിയായില്ല. അതൊരു സാമൂഹിക ഉത്തരവാദിത്തമാണോ, ഒരു ധാർമ്മിക ഉത്തരവാദിത്തം കാത്തു സൂക്ഷിക്കണമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ മറുപടി പറയുക? കാരണം യഥാർത്ഥത്തിൽ ഞങ്ങൾ 6 മാസം മുമ്പ് ഏകദേശം ജനുവരി മാസത്തിലാണ് ആദ്യത്തെ സമര നോട്ടീസ് കൊടുക്കുന്നത്. അന്ന് ജനുവരിയിൽ സമര നോട്ടീസ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഇങ്ങനത്തെ ഡെങ്കു ഫീവർ പടർന്നു പിടിക്കുമെന്നോ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമോ. വീണ്ടും ഞങ്ങൾ മാർച്ച് മാസത്തിൽ മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ സമരത്തിലേക്കാണ് ജൂൺ മുതൽ. അതും കഴിഞ്ഞ് ഞങ്ങൾ ഏപ്രിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകി. മെയ് 12 വീണ്ടും വേൾഡ് നഴ്സസ് ദിനത്തിന് ഞങ്ങൾ പ്രഖ്യാപിച്ചു ജൂൺ 10 സമരത്തിലേക്കാണ്. ഇതിനിടയ്ക്ക് ഇടപെടാമായിരുന്നല്ലോ. ഈ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കാമായിരുന്നല്ലോ.
അന്നൊന്നും ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ കഴിയാതെ ഞങ്ങൾ അന്ന് മുന്നറിയിപ്പ് നൽകിയതാ ജൂൺ 10 സമരം തുടങ്ങുന്നു. തീർച്ചയായും എന്നിട്ട് അത് ജൂൺ 18 അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം സമരം തുടങ്ങി. തീർച്ചയായും ജാസ്മിൻ ഷാ, ശ്രീ പി കരുണാകരൻ എം പി 2016 ജനുവരി 29 സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കുന്നു. കേരളം അന്ന് കൊടുത്ത മറുപടി എന്താണ്? ചർച്ച നടക്കുകയാണ് എന്ന മറുപടിയാണ്. ഇത് ഈ ശമ്പള പരിഷ്കരണം നീണ്ടു പോയപ്പോൾ എനിക്ക് തോന്നുന്നു 158ഓളം ആശുപത്രികളിൽ UNA സമരത്തിന് നോട്ടീസ് നൽകി. അപ്പോഴാണ് ചർച്ച നടന്നത്. അല്ലാതെ സംസ്ഥാന സർക്കാരോ മന്ത്രിയോ മുൻകൈ എടുത്തല്ല. ഇത്രയും കാലം ഇത് നീണ്ടുപോയപ്പോഴാണ് UNA നോട്ടീസ് നൽകിയത്. അപ്പോഴാണ് ചർച്ച നടന്നത്. ഈ സമയം തെരഞ്ഞെടുത്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഇത് നീട്ടി കൊണ്ടുപോയതിനകത്ത് ഉള്ള ഉത്തരവാദിത്തം, ഉദാസീന നിലപാട് ആരുടേതാണ്? അല്ലല്ല, ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണല്ലോ. കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഡെങ്കു ഉൾപ്പെടെയുള്ള മറ്റൊട്ടേറെ രോഗങ്ങൾ വരുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന നിലയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ചർച്ച തന്നെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക? ഞാൻ സമ്മതിക്കുന്നു, 6 മാസം മുമ്പ് നോട്ടീസ് കൊടുത്തു, മാർച്ചിൽ നോട്ടീസ് കൊടുത്തു, സുപ്രീം കോടതി വിധി ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. നമ്മളിവിടെ ജീവിക്കുന്നവരാണ് തന്നെയാണല്ലോ. അതേ സമയത്ത് ഈ സംസ്ഥാനത്തെ തന്നെ ബാധിച്ച ഒരു ഗുരുതരമായിട്ടുള്ള സ്ഥിതി, ഞാൻ ആ സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങളൊന്നും എതിർക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഡൽഹിയിൽ ഞങ്ങൾ പല പ്രാവശ്യവും ഞങ്ങൾ ഇതിൽ ഒന്നിച്ചു പോകേണ്ടി വരാറുണ്ട്. ഒരാളും ആവശ്യപ്പെടാതെ തന്നെ പോകുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സന്ദർഭങ്ങളെല്ലാം ഇപ്പോഴും ഇപ്പൊ യൂണിയന്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല, 6 മാസം മുമ്പ് നോട്ടീസ് കൊടുത്തതാണ്, സുപ്രീം കോടതിയുടെ വിധി വന്നതാണ്, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അല്ലാതെ ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും മനുഷ്യന്റെ ജീവൻ ഒരു പ്രധാനപ്പെട്ടതല്ലേ. അത് ഒരു വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതി വരുന്ന സമയത്ത് അതിന് 1% പോലും നമ്മൾ പ്രത്യേകത കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. മറ്റു കാര്യങ്ങൾ ശരിയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതാണ്. അല്ല, ശ്രീ പി കരുണാകരൻ എം പി, അങ്ങനെയാണെങ്കിൽ അത് ഈ സമയം തന്നെ നോക്കിയാണ് സർക്കാർ അടിയന്തരമായി ഇതിൽ ഇടപെടേണ്ടിയിരുന്നത്. കൃത്യമായി തൊഴിൽ മന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ആരോഗ്യമന്ത്രിക്ക് എങ്കിലും പങ്കെടുക്കാമായിരുന്നില്ല എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാമായിരുന്നു, പെട്ടെന്നൊരു തീരുമാനം എടുക്കാമായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, തൃശ്ശൂരിൽ സമരം നടന്നപ്പോൾ ദയ ഹോസ്പിറ്റലുകാർ വേതനം വർദ്ധിപ്പിച്ചു നൽകി. ഇത് മറ്റ് മാനേജ്മെന്റുകാർക്കും കാണിക്കാം, അതുണ്ടാകുന്നില്ല. മാത്രമല്ല, ഈ വേതനം വർധനവ് നടത്തിയ ഹോസ്പിറ്റലുകളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനവും തുടരുന്നു. അതല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ ഇടപെടുക. ട്രേഡ് യൂണിയൻ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. കാരണം സമരം വന്ന സമയത്ത് തന്നെയാണ് ചിലപ്പോൾ ഗവൺമെന്റ് ഇടപെടാറുള്ളത്. നോട്ടീസ് കൊടുത്തത് ഗവൺമെന്റിന്റെ അല്ലല്ലോ, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് സർവീസിലല്ലല്ലോ, സ്വകാര്യ സർവീസിലാണ്, സ്വകാര്യ മാനേജ്മെന്റാണ് നോട്ടീസ് കൊടുക്കുന്നത്. ആ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അവർ തന്നെയാണ് നേരിട്ട് നെഗോസിയേഷൻ നടത്തുക, ഡിസ്കഷൻ നടത്തുക. ഞാൻ ട്രേഡ് രംഗത്ത് വർക്ക് ചെയ്ത ആൾ തന്നെയാണ്. അപ്പോൾ ആ നേരിട്ട് തന്നെ മാനേജ്മെന്റായിട്ട് ഡിസ്കഷൻ നടത്താവുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ലേബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുക, ലേബർ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് മിനിസ്ട്രിയിൽ പോവുക. ഇതൊക്കെ സാധാരണഗതിയിൽ വരുന്നൊരു കാര്യം തന്നെയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വന്ന സമയത്ത് മിനിസ്റ്റർ തന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജില്ലാ എന്ന നിലയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ശരിയാണ്, ചില സ്ഥലങ്ങളിൽ വന്നത് മറ്റു സ്ഥലത്ത് വന്നിട്ടില്ല. അത് നടപ്പിലാക്കണോ, അതല്ല ഇവർ ഉന്നയിച്ച 50% അല്ലെങ്കിൽ മിനിമം വേജസ് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഞാനതിനെ ഒന്നിനെയും നിരാകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ സന്ദർഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് എന്തുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ശ്രീ പി കരുണാകരൻ, ഞാൻ തിരികെ വരാം. ഇപ്പോൾ മാനേജ്മെന്റ് പ്രതിനിധി വക്താവ് ഹുസൈൻ കോയത്തങ്ങളും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഹുസൈൻ കോയത്തങ്ങൾ, പ്രതിദിനം 800 മുതൽ 1000 രൂപ വരെ വേതനം സാധാരണ ഒരു തൊഴിലാളിക്ക് ലഭിക്കുമ്പോൾ 350 രൂപ പോലും നഴ്സുമാർക്ക് ലഭിക്കുന്നില്ല എന്നാണ് അസോസിയേഷൻ പറയുന്നത്. വലിയൊരു സമരത്തിലേക്ക് അവർ നീങ്ങുന്നു. ന്യായമായിരുന്നില്ലേ ഇവരുടെ ചർച്ചകൾ? എന്തുകൊണ്ട് മാനേജ്മെന്റ് പൂർണ്ണമായും ഇതിന് മുഖം തിരിച്ച് നിന്നിരിക്കുന്നു? അതോ ഒരു സമവായത്തിന്റെ സാധ്യത ഇനി മുന്നിലുണ്ടോ? ഇന്ന് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി രംഗത്ത് മാന്യമായൊരു വേതനം നൽകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് ഇതൊരു മോശമായ വേതനമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റുള്ള മേഖലകളൊക്കെ പോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയിലും മിനിമം വേജ് നടപ്പാക്കിയിട്ടുണ്ട്. ഈ മിനിമം വേജ് 2013 വന്ന മിനിമം വേജ് അനുസരിച്ച് ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ് ആദ്യമായി ജോലിയിൽ വരുന്ന ഒരു നഴ്സിന് ഏകദേശം 8,975 രൂപ അവരുടെ ബേസിക് പേയും ഇന്നത്തെ DA അനുസരിച്ചുകൊണ്ട് 2,500 പരം രൂപ DAയും നൽകുന്നുണ്ട്. അതേപോലെ തന്നെ 100 ബെഡിന് മുകളിലുള്ള സ്ഥാപനങ്ങളിൽ 1000 രൂപ BSc കഴിഞ്ഞ നഴ്സിന് സ്പെഷ്യൽ അലവൻസ് നൽകുന്നുണ്ട്.
പിന്നെ ആശുപത്രികളുടെ തരത്തിനനുസരിച്ച് 20 ബെഡ്, 100 ബെഡ്, 300 ബെഡ്, 500 ബെഡ് പോലുള്ള ബെഡുകൾക്കനുസരിച്ച് 5ഉം 10ഉം 15ഉം 20ഉം 30% വരെ അവരുടെ ബേസിക് പേയിൽ വർധനവ് നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏകദേശം ഒരു BSc കഴിഞ്ഞ ഒരു നേഴ്സ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ 11,500 രൂപ മുതൽ 15,000 രൂപ വരെ സാലറി നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. മറ്റുള്ള മേഖലകളിലെ ജീവനക്കാരെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അതുപോലെ തന്നെയുള്ള ഒരു മിനിമം വയസ്സാണുള്ളത്. നേഴ്സും ആരോഗ്യരംഗത്താണ് കൂടുതലുള്ളത്. ഇനി അതുമല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലും മുംബൈയിലും അതേപോലെ തന്നെ മാംഗ്ലൂരും ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിലും ഒക്കെയുള്ള മിനിമം വയസ്സ് ഈ ഹെൽത്ത് കെയർ മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നേഴ്സുമാർക്ക് നൽകുന്ന വേതനം കേരളത്തിലെ തിരുവനന്തപുരം ബേസ് ചെയ്ത് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് തിരുവനന്തപുരം ബേസ് ചെയ്തുള്ള നേഴ്സുമാർക്കാണ്. അതിൻ്റെ അർത്ഥം കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് അനുസരിച്ച് കൊണ്ട് നൽകേണ്ട മിനിമം വേതനം ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിക്കുന്നതിൽ കൂടുതൽ ചെലവ് തിരുവനന്തപുരത്ത് വേണം എന്നല്ല, കേരളത്തിൽ മാന്യമായൊരു വേതനം നൽകുന്നുണ്ട് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ജാസ്മിൻ ഷാ, തെറ്റായ ഒരു സ്വാശ്രയ പോളിസി നിലനിൽക്കുന്നത് കൊണ്ട് ഈ രീതിയിലാണ് പൊതുവെയുള്ള വേതന വ്യവസ്ഥ. അതല്ലാതെ നഴ്സുമാരുടെ വേതന വ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു വേർതിരിവ് ഉണ്ടാകുന്നതല്ല. ഒരുപാട് കോളേജുകളുണ്ട്, ഒരുപാട് പേർ പഠിച്ചിറങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഡിമാൻഡ് കുറയുന്നു. ഒരു ബിടെക് സിവിൽ എഞ്ചിനീയർക്ക് ലഭിക്കുന്ന വേതനം പോലും ഇതൊക്കെ തന്നെയാണ് എന്ന രീതിയിലൊക്കെയാണ് മാനേജ്മെന്റുകളുടെ വാദം വരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ഇത്തരം വാദങ്ങളൊക്കെ പൊച്ചിച്ച് തള്ളാമെന്നത് അതിനൊക്കെ ആര് മുഖവിലക്കെടുക്കുന്നു? ഡൽഹിയിൽ ഒരു നേഴ്സിന് 30,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കിട്ടുന്നുണ്ട്. ഈ ബാംഗ്ലൂരിൽ ഏകദേശം 10-30,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കിട്ടുന്നുണ്ട്. ഈ കേരളത്തിൽ എന്താണ് 80% ആശുപത്രികളും 2013 പ്രഖ്യാപിച്ച ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് ഞങ്ങളല്ലല്ലോ, വിവരാവകാശ നിയമമല്ലേ, സർക്കാരല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലിരിക്കെ എന്നാൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ മാതിരി ഇത്രയും ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അവർ പ്രഖ്യാപിക്കട്ടെ 20,000 രൂപ ഏറ്റവും കുറഞ്ഞ കൂലിയായി ഈ മേഖലയിൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചാൽ ഇപ്പൊ പിൻവലിക്കാലോ, സമരം സർക്കാരിന് പ്രഖ്യാപിക്കാലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും പറയില്ല. അപ്പൊ അതിന് വേറെ മുടം തന്നെ ആയിട്ട് വരും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇവിടുത്തെ ആശുപത്രികൾ ഈ പനിക്കാലത്ത് പോലും തടിച്ചു കൊഴുക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട MP പറഞ്ഞു, അദ്ദേഹത്തിനോട് ഞങ്ങൾ പറയാനുള്ളത്, കേരള സർക്കാരിന് മുന്നിൽ ഞങ്ങൾ വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? PHC മുതൽ മെഡിക്കൽ കോളേജ് തലം വരെ ഞങ്ങൾ സൗജന്യമായി സേവനം ചെയ്യാൻ തയ്യാറാണ്, രോഗികളെ പരിചരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അതുപോലെ തന്നെ സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളുടെ വാർഡുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ സൗജന്യ സേവനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഈ പനിക്കാലത്ത് പോലും രോഗികളെ പിഴിഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു കാലം ചാകരക്കാലമായി കൊണ്ടുകൊണ്ട് ഇത് ഏറ്റവും വലിയൊരു ബിസിനസ് അംഗമായി കണ്ടുകൊണ്ട് തടിച്ചു കൊഴുക്കുന്ന മാനേജ്മെന്റിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അവിടെ നട്ടലോട്ട് പൊട്ടിക്കൊണ്ട് അത്രയും പ്രയാസപ്പെട്ട് പണിയെടുക്കുന്നത് ഞങ്ങളാണ്. അതിനൊരു മാന്യമായിട്ടുള്ള വേതനം തരാനുള്ള ഒരു സാമാന്യ മര്യാദ ഇവർ കാണിക്കണം. തിരികെ വരാം ജാസ്മിൻ ഷാ. നഴ്സുമാരുടെ സമരത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വീണ്ടും ഷിബു ബേബി ജോൺ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് നാട് വിട്ട് ഇറാഖിലും ലിബിയയിലും ഒക്കെ പോയിട്ട് നഴ്സുമാർക്ക് തിരികെ വരേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഈ നാട്ടിൽ നിലനിന്നു പോകുന്ന വേതന വ്യവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണെന്നും ആ സാഹചര്യം മാറാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ചർച്ചകളിൽ സർക്കാർ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. പക്ഷെ സാഹചര്യം മാറിയിട്ടില്ല, സാഹചര്യം അതേപോലെ തന്നെ തുടർന്നു. ഏതെങ്കിലും ഒരു സർക്കാരിന് വിചാരിച്ചാൽ മാറ്റാൻ കഴിയുന്നതാണോ ഈ സാഹചര്യം? പ്രത്യേകിച്ച് തങ്ങൾ നൽകുന്നത് കൃത്യമായ വേതനമാണെന്നും അതിനകത്ത് കുറവില്ല എന്നും മാനേജ്മെന്റുകൾ വാദിക്കുന്ന കാലത്തോളം. അല്ല, നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതാണ് സംസാരിക്കുന്നത്. 2009 പുതുക്കിയ മിനിമം വേതനം അന്ന് കോടതി സ്റ്റേ ചെയ്തു. കോടതി യഥാർത്ഥത്തിൽ സ്റ്റേ ചെയ്തില്ലായിരുന്നു, കോയേഴ്സീവ് ആക്ഷൻ എടുക്കല് എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2009 മിനിമം വേതനം നടപ്പിലാക്കിയില്ല. UDF ഗവൺമെന്റ് വന്ന് ഈ വിഷയങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബൽരാമൻ കമ്മിറ്റിയെ നിയോഗിക്കുകയും ബൽരാമൻ കമ്മിറ്റി ചില ശുപാർശകൾ നൽകുകയും ചെയ്തു. ആ ശുപാർശകൾ ചർച്ച ചെയ്തുകൊണ്ട് 2013 ഏപ്രിൽ ഒരു ധാരണയിൽ സമവായത്തിലെത്തി പുതിയ മിനിമം വേജ് നിലവിൽ വന്നു. ഏറ്റവും കുറഞ്ഞത് ഏറ്റവും ചെറിയ ആശുപത്രികൾ 10,000 രൂപയും വലിയ ആശുപത്രികളിൽ ബൽരാമൻ കമ്മിറ്റി ശുപാർശ ചെയ്ത 12,900 രൂപയും നടപ്പിലാക്കിയ ഗവൺമെന്റാണ്. നിങ്ങളന്നേരം ഒരു ഗവൺമെന്റും ചെയ്തില്ലെന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മാത്രവുമല്ല, അന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഇതും അപര്യാപ്തമാണ്, ഇത് അപര്യാപ്തമായതുകൊണ്ട് 3 വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് പുതുക്കണം,
ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇവർക്ക് ബാങ്ക് ലോൺ തിരിച്ചടവും എല്ലാം പരിഗണിച്ചുകൊണ്ട് 3 വർഷം കഴിയുമ്പോൾ ഇത് പുതുക്കണമെന്ന് തീരുമാനിക്കുകയും 2016 ഒക്ടോബറിൽ പുതുക്കേണ്ട മിനിമം വേതനത്തിന് അല്ലെങ്കിൽ ചെയ്യുന്നതിന് 2016 ഫെബ്രുവരി മാസത്തിൽ പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചു അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി. എന്നാൽ അതിനുശേഷം ഇലക്ഷന് ശേഷം പുതിയ ഗവൺമെൻറ്റും വന്നു. പുതിയ ഗവൺമെൻറ് വന്നിട്ട് 2 തവണ ആ കമ്മിറ്റിയുടെ കാലാവധി തീർന്നിട്ട് അത് പുനഃസംഘടിപ്പിക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതാണ് ഇങ്ങനെ വിഷയം സങ്കീർണമാക്കിയത്, അവരെ നഴ്സുമാരെ തെരുവിലേക്ക് ഇറക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അന്നേരം എന്ത് പറഞ്ഞാലും ഒരു ഗവൺമെന്റും പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അജ്ഞത കൊണ്ടോ അതോ ബോധപൂർവം പറയുന്നതാണോ എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. പി കരുണാകരൻ എം പി, ഇടത് സംഘടനകൾ ഇക്കാര്യത്തിനകത്ത് കൃത്യമായ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? ഇതിനകത്ത് ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം CITUവിന് വലിയ സ്വാധീനമില്ലാത്ത ഒരു അസോസിയേഷൻ കൂടിയാണ്, ഇൻഡിപെൻഡന്റ് ആണ് ഞങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഞങ്ങൾക്കില്ല എന്ന് ഈ ഡിബേറ്റ് തുടങ്ങുമ്പോൾ നഴ്സുമാർ തന്നെ പറയുന്നു. ഇത്തരം ചില രാഷ്ട്രീയ പിന്തുണകൾ ഇല്ലാത്തത് കൊണ്ടുകൂടിയാണോ ഇതിനകത്ത് കാര്യമായ ഇടപെടൽ നടക്കാതെ പോകുന്നത്? അല്ല, ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം CITUവിന് സ്വാധീനമുണ്ടോ ഇല്ലേ, അല്ലെ CITUവിന് തന്നെ CIT മെമ്പർമാർക്ക് വേണ്ടി മാത്രം നിൽക്കുക എന്നുള്ളതല്ല പൊതു സമീപനം. പൊതുവിൽ നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അത് സൂചിപ്പിച്ചു, ഞങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്ന ഒന്നാണ്. അവിടെ ഞങ്ങളുടെ സംഘടനക്ക് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് സംഘടനയുണ്ടോ അതിന് വലിയ സ്വാധീനമുണ്ടോ ഇല്ലേ നോക്കിയിട്ടല്ല. പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോ നഴ്സുമാർ തന്നെ സംഘടനയിൽ വരാത്ത സ്ഥിതിയും കാര്യങ്ങളും ഉണ്ട്. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോ ആ നിലയിലേക്ക് വിക്ടിമൈസേഷൻ വരുമോ എന്ന നിലയിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെടാത്ത സ്ഥാപനങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകും. അത് വേറെ കാര്യം. സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം അതിനൊന്നും ഞാൻ എതിരോ അല്ല, വ്യത്യസ്ത അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് വരുന്ന വിഷയങ്ങൾ അതിൽ പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യ മേഖല ഗവൺമെന്റ് ആശുപത്രികൾ അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾ അതെല്ലാം ചേർന്നാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല. അതുകൊണ്ട് ആ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് നഴ്സുമാര് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം മറ്റു കാര്യങ്ങൾ വേണം. ഇവിടെ പറഞ്ഞതുപോലെ കമ്മിറ്റിയുടെ പുനഃസംഘടന അതുപോലെ തന്നെ ഗവൺമെന്റ് ഇടപെടൽ ഇതൊക്കെ ഒഴിവാക്കുന്ന പ്രശ്നമേ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ 2 കാര്യങ്ങൾ സൂചിപ്പിച്ചത്. നേരത്തെ മന്ത്രിമാര് തന്നെ നേരിട്ട് ഇടപെട്ടത് അത് നമ്മൾ നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. അവര് തന്നെ പറഞ്ഞല്ലോ, കാരണം അതിന്റെ ഭാഗമായിട്ട് അവിടെ ചില സ്ഥലത്ത് തീർന്നു, മറ്റു സ്ഥലത്ത് തീർന്നിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മന്ത്രി തന്നെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ഗവൺമെന്റ് എന്ന നിലയിലും ഇടതുപക്ഷ പാർട്ടികൾ എന്ന നിലയിലും നിരാകരിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളോ അല്ല. ഞങ്ങൾക്ക് സ്വാധീനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതേ അല്ല പ്രശ്നം. അതിലുപരിയായിട്ട് പിന്നെ കാരണം ഒരു CITU ആവണം അല്ലെങ്കിൽ INTUC ആവണം, HMS ആവണം എങ്കിലും മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അഭിപ്രായമില്ല. കാരണം സ്വതന്ത്രമായിട്ടുള്ള ഒട്ടേറെ സംഘടനകളുണ്ട്. CITU തന്നെ സ്വതന്ത്രമായിട്ട് സംഘടനകൾ പ്രവർത്തിക്കണം എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. കാരണം തിരികെ വരാം ശ്രീ പി കരുണാകരൻ. ശ്രീ PK രാജു, നിങ്ങൾ തന്നെ പറയുകയുണ്ടായി കൃത്യമായ സമയത്തല്ലായിരുന്നു ഈ സമരമെന്ന്. പക്ഷേ ഈ സമരത്തിലേക്ക് നയിച്ച കാര്യങ്ങളെ നിങ്ങൾ നിഷേധിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾ പറയുന്ന വാദങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്? കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ഈ സമരത്തിന് കിട്ടുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? നമ്മളെ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം സർക്കാർ കാണേണ്ട ഒരു സമയമാണിത്. നമ്മളിപ്പോൾ പുറത്തു വരുന്നത് സർക്കാർ ആശുപത്രികളിൽ മരണപ്പെടുന്നവരുടെ എണ്ണം മാത്രമാണ്. സ്വകാര്യ ആശുപത്രികളിൽ ദിവസേന ജനങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം കൈകാര്യം ചെയ്ത് അടിയന്തരമായി സമരം നിർത്തിവെപ്പിക്കുവാനും അവർ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ അത് നടപ്പാക്കുവാനുള്ള ബാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ സംഗതിയാണ്. വളരെ ഗൗരവമായി കണ്ടില്ലാത്ത പക്ഷം സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന നേഴ്സുമാരുടെ സമരം രോഗികളെ ബാധിക്കും. കാരണം അത്രമാത്രം ഇന്നലെ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അച്ഛനെ പല ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുവാൻ കട്ടിൽ പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഞാൻ നേരിട്ട് ഇടപെട്ടത്. അവസാനം ആ പനി പിടിച്ച ആളിനെ മെഡിക്കൽ കോളേജിൽ തിരികെ വരാം. ജാസ്മിൻ ഷാ, കൃത്യമായ ഒരു നിലപാട് ഈ കാര്യത്തിനകത്ത് സർക്കാർ എടുക്കാൻ വൈകുന്നത് കൊണ്ടാണ് സമരം ഇങ്ങനെ നീങ്ങുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണ ഇല്ലാത്തത് കൊണ്ട് ഇത് കൂടുതൽ ഒരു ഉദാസീനമായ നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതിനു മുമ്പ് എനിക്ക് മുന്നേ സംസാരിച്ച വ്യക്തി പറഞ്ഞ ഒരു കാര്യം, യഥാർത്ഥത്തിൽ നഴ്സുമാർ പരിപൂർണമായിട്ട് എവിടെയും പണിമുടക്കിയിട്ടില്ല. തൃശ്ശൂർ തന്നെ സമരം നടന്നപ്പോൾ പോലും 1/3 ഭാഗം
നഴ്സുമാരെ ആദ്യം കൊടുത്തു, അത്യാഹിത വിഭാഗത്തിൽ കൊടുത്തു, എല്ലായിടത്തും നഴ്സുമാരെ കൊടുത്തുകൊണ്ട് ആണ് നഴ്സുമാർ പണി മുടക്കിയത്. അദ്ദേഹത്തെ പോലുള്ളവർ ഈ മനുഷ്യാവകാശ കമ്മീഷൻ സമീപിക്കുന്നു, കോടതിയെ സമീപിക്കുന്നു. ഞങ്ങൾക്കെതിരെയാണ്, ഞങ്ങളോടാണ് സമരം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ പറയട്ടെ, ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളോടൊരു പ്രതിബദ്ധത കാണിക്കുന്നുണ്ടെങ്കിൽ അവർ കാണിക്കേണ്ട ഇതിനെതിരെ ഒരു പൊതു താല്പര്യം കൊടുക്കണ്ടേ? ഈ നഴ്സുമാരെ അടിമകളെ പോയി കാണുന്ന ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാകണമെന്ന് പറഞ്ഞൊരു ഒരു പൊതു താല്പര്യം വേണ്ടേ? ഇവിടെ ഞങ്ങൾ എവിടെയാണ് ട്രീറ്റ്മെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്? എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞങ്ങൾ തന്നെയാണ് കെയർ ചെയ്യുന്നത്. ഇപ്പോഴും ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞ എന്താ, PHC തലം മുതൽ മെഡിക്കൽ കോളേജ് വരെ സൗജന്യ സേവനം നടത്താൻ ഞങ്ങൾ എവിടെയാണ് സർക്കാർ പറയുന്നത് അവിടെ പോയി ജോലി ചെയ്യാം. ഈ രോഗപ്രതിരോധത്തിന് എന്താണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാം. ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയാവാം. ഞങ്ങളുടെ തൃശ്ശൂർ തന്നെ മന്ത്രി അടക്കമുള്ളവർ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ശുചീകരണ പ്രവർത്തനത്തിൽ ഞങ്ങൾ പങ്കാളിയാവാം, ബോധവൽക്കരണ ക്ലാസുകളിൽ ഞങ്ങൾ പങ്കാളിയാവാം, ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ പങ്കാളിയാവാം. പക്ഷേ ഈ പനിക്കാലത്ത് പനിയുടെ പേര് പറഞ്ഞ് തടിച്ചു കൊഴുക്കുന്ന സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് മാന്യമായ വേതനം നൽകാൻ അവർ തയ്യാറാണ്. സമരം കൃത്യമായ സമയത്തല്ല നടക്കേണ്ടത് എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ സമ്മതിക്കുന്ന ഒരു കാര്യമില്ലേ? ഈ പറയുന്ന നേരത്തെ മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞതുപോലെ കൃത്യമായ ഒരു വേതനം നഴ്സുമാരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ? ഒപ്പിട്ട് പലരും കൈ പറ്റുന്നത് ഈ കൃത്യമായ തുക തന്നെയാണോ? സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന നഴ്സുമാരെ ചില കോൺട്രാക്ടർമാർ 8,000 രൂപയും 9,000 രൂപ ശമ്പളം കൊടുക്കുന്നത് ഈ സ്റ്റുഡിയോയുടെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നതായി എനിക്ക് നല്ല നേരിട്ട് ബോധ്യമുണ്ട്. ആ സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞത് ശരിക്കും ശരിയായ നടപടിയല്ല. കാരണം ഞാൻ ഈ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഒരു നിവേദനം കൊടുത്തിട്ടുള്ളതും പരാതി കൊടുത്തിട്ടുള്ളതും. ഞാൻ തിരികെ വരാം. ശ്രീ ഹുസൈൻ കോയ, നേരത്തെ താങ്കൾ പറഞ്ഞ എല്ലാ വാദങ്ങളും നിഷേധിക്കുകയായിരുന്നു നഴ്സുമാരുടെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഒന്ന്. രണ്ടാമത്തത്, ഈ പറഞ്ഞതുപോലെ കൃത്യമായി നിങ്ങൾ പറയുന്ന വേതനമല്ല നഴ്സുമാരുടെ കയ്യിൽ കിട്ടുന്നത് എന്നുള്ളതിനുള്ള ചില ഉദാഹരണങ്ങൾ പറയുന്നു. ചില ആശുപത്രികളിൽ അങ്ങനെയാണ് കിട്ടുന്നത്. അതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സമരം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത്, ഒരു മേഖലയിൽ സമരം ഉണ്ടാകുമ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കാൻ പോലും സ്ത്രീകൾക്ക് കഴിയില്ല. കാരണം ഇവരുടെ അത്താണി എന്ന് പറയുന്നത് ഈ ജോലി മാത്രമാണ്. ഇതെല്ലാം മാനേജ്മെന്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം. നാലാമത്തത്, കൃത്യമായ ഒരു രാഷ്ട്രീയ പിന്തുണ, രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ നിലപാടുകൾ ഇവരുടെ പിറകില്ല. ഇതെല്ലാം കൊണ്ട് നിങ്ങൾ പറയുന്ന വാദങ്ങൾക്ക് ഒരു പ്രാമുഖ്യം കിട്ടുന്നുണ്ട്. അത് ധാർമ്മികമാണോ? അത് ഒരല്പം സാമൂഹിക ഉത്തരവാദിത്തത്തിന് എതിരെ നിൽക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ എന്തു പറയും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വാദം ഉന്നയിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ നൽകുന്ന സാലറിയുടെ കണക്ക് ഞാൻ അവതരിപ്പിച്ചത് ഞാൻ എൻ്റെ വാദമായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് സംസ്ഥാന സർക്കാർ 2013 കൊണ്ടുവന്ന GO അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും നോക്കിയാൽ കാണാവുന്നതാണ്, പബ്ലിക് ഡോക്യുമെന്റ് ആണ്. എൻ്റെ ഒരു അഭിപ്രായമല്ല പറയുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് മിനിമം വേജസ് ആണ്. മിനിമം വേജസ് ഈ മേഖലയിൽ മാത്രമല്ല, മറ്റുള്ള മേഖലകളിലൊക്കെ ഉണ്ട്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷിബു ബേബി ജോൺ ഇവിടെ 2013 വന്ന വേജ് റിവിഷനുമായി ബന്ധപ്പെട്ട് വളരെ കൊട്ടിഘോഷിച്ച് സംസാരിക്കുകയുണ്ടായി. ഞാനൊന്ന് ചോദിക്കട്ടെ, 2013 വന്ന വേജ് റിവിഷൻ എത്ര ശതമാനമായിരുന്നു കൂട്ടിക്കൊടുത്തിരുന്നത്? 2013 വന്ന GOയുടെ 30% വർധനമാണ് 2013 കൊടുത്തിട്ടുള്ളത്. ഇന്ന് നടന്ന ചർച്ചയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്, ഞങ്ങളുടെ കൺസെന്റ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്, നിലവിൽ 2013 കൊടുക്കുന്ന വേതനത്തിന് 30% വർധന, 35% വരെ വർധനവ് കൊടുക്കുക എന്ന് ഞങ്ങൾ ഇന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ മേഖലയിലെ ഒരു സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവായിട്ടാണ് മാനേജ്മെന്റ് പ്രതികരിക്കുന്നത്. ഇവിടെ 70% കേരളത്തിലെ ഹെൽത്ത് കെയർ കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ കൈകാര്യം ചെയ്യുന്നത് ഇവിടെയുള്ള ചെറുകിട സ്ഥാപനങ്ങളാണ്. അതൊക്കെ അടച്ചുപൂട്ടുന്ന തരത്തിലേക്ക് ഒരു അൺറീസണബിൾ ആയിക്കൊണ്ടുള്ള ഒരു വേതന വർധനമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മിനിമം വേജസ് ആണ് എങ്കിൽ അതിന്റെ റീസണബിൾ ആയിക്കൊണ്ട് വളരെ മാന്യമായ ഒരു വേതനത്തിന്റെ വർധനവിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായമുണ്ടായിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾ, പനിക്കാലമാണ്, സ്വകാര്യ ആശുപത്രികളിൽ പോകുമ്പോൾ ഏത് രീതിയിലാണ് ബില്ല് വരുന്നത്, എത്ര രൂപയാണ് അതിന് ചെലവാക്കേണ്ടി വരുന്നത്, ഇതൊക്കെ ഒരു സാധാരണക്കാരന് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. വലിയ രീതിയിലുള്ള ലാഭമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കച്ചവടം നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ? ആ കാര്യം
നടക്കുമ്പോൾ ലക്ഷങ്ങൾ ശമ്പളമായി ഡോക്ടർമാർക്ക് കിട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ലഭിക്കുന്ന മിനിമം വേതനത്തിൽ പോലും കരാറുകാർ ഇടപെടുകയാണ്. ആ പൈസ അവരെടുക്കുകയാണ്. എത്ര രൂപ കിട്ടുന്നുണ്ട്, എത്ര പേർക്ക് സമരത്തിലേക്ക് വരാൻ കഴിയും? ഇവർക്ക് ജോലി സുരക്ഷിതത്വം പോലും ഇല്ല. നോക്കൂ, ഈ വേതനം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരമുള്ള 2013 ജിയോ പ്രകാരമുള്ള വേതനം നഴ്സുമാർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇടപെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് വിങ് അതിൽ ഇടപെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കാം. അതിനുള്ള അധികാരമുണ്ട്. പിന്നെ നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു പിന്നെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് കൂടും എന്നുള്ളത്. മറുഭാഗത്ത് പറയുന്നു സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് സാലറി കൂട്ടിക്കൊടുക്കണം, അമിതമായ സാലറി കൂട്ടിക്കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാലറിയും ചിലവുകളും ഒക്കെ ഇതിന്റെ അവസാന ബാധ്യത വരുന്നത് ഇവിടുത്തെ ജനങ്ങൾക്കാണ്. കേരളത്തിലെ റീസണബിൾ ആയിട്ടുള്ള ചികിത്സാ ചെലവിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിലേക്ക് ഇത് പോകും എന്നുള്ളൊരു ഭയാശങ്ക കൂടെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായ ഒരു വേതനം നൽകുന്നതിന് ഞങ്ങൾ യാതൊരു തടസ്സവുമല്ല. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന മിനിമം വേസാണ്. മിനിമം വേസിൽ കൂടുതൽ സാലറി നൽകുന്ന നഴ്സുമാർ കേരളത്തിൽ എത്ര നഴ്സുമാരുണ്ട്? പല സ്ഥാപനങ്ങളിലും വേതന വ്യവസ്ഥയിൽ വലിയ വ്യത്യാസം മറ്റ് സ്ഥലങ്ങളും കേരളവും തമ്മിലില്ലേ? ഇത് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന തുക ഒരു ബിടെക് സിവിൽ എഞ്ചിനീയർക്കൊക്കെ ലഭിക്കുന്ന തുകയാണ്. ഇത് കുറവല്ല നൽകുന്നത്. ജിയോ അനുസരിച്ച് നൽകുന്ന തുക ഇതാണ് എന്ന് പറയുമ്പോൾ ഇത് വേതന വ്യവസ്ഥ മാറാത്തതിന് കാരണം എല്ലാ സർക്കാരുകൾക്കും ഉണ്ട് എന്ന് തന്നെ പറയുന്നു മാനേജ്മെന്റ് പ്രതിനിധികൾ. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, നഴ്സിംഗ് മേഖലയിൽ ഇവർ സംഘടിതമല്ലായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് മറ്റു മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവർക്ക് മുന്നേറാൻ സാധിച്ചിട്ടില്ല. ഇവർ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ, ജീവിക്കാൻ വേണ്ടി ഒരു സേവന മനോഭാവം കൂടി ഉള്ളവരാണ് ഈ നഴ്സിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ നിലയിൽ പക്ഷേ ആതുര ശുശ്രൂഷ രംഗത്ത് ഡോക്ടർക്കുള്ള പ്രാധാന്യം തന്നെ നഴ്സിംഗിനുമുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ സംവിധാനത്തിൽ ആ പരിഗണന കൊടുത്തിട്ടില്ല. കാരണം ഇവർ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരാണ്, ജീവിക്കാൻ വേണ്ടി എന്ത് ശമ്പളത്തിനും ജോലി ചെയ്യുമെന്നൊരു സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ എക്സ്പ്ലോയിറ്റേഷൻ മാക്സിമം ആയപ്പോഴാണ് ഇവരൊരു സംഘടിത ശക്തിയായി മാറിയത്. ആ സംഘടിത ശക്തിയായി മാറിയതിൻ്റെ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ നടന്നത്. അതിന് അന്നത്തെ ഗവൺമെൻറ് അതിന് സഹായകരമായ നിലപാട് കൈക്കൊള്ളുകയും ഇച്ഛാശക്തിയോടുകൂടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും മാനേജ്മെൻറ്റുകളെ വരുതിയിൽ നിർത്തുകയും ചെയ്യാൻ അന്നത്തെ ഗവൺമെൻറ് സാധിച്ചു. അങ്ങനെയാണ് സമവായം ഉണ്ടായത്. അങ്ങനെയാണ് അന്ന് നടപ്പിലാക്കിയത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഈ മേഖലയിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾക്ക് സ്വാധീനമില്ല. നിർഭാഗ്യവശാൽ ആശുപത്രി മാനേജ്മെൻറ്റുമായി ചർച്ചകൾ ചെയ്യുമ്പോൾ നഴ്സിംഗ് മേഖലയിലെ പ്രത്യേകത, വിദ്യാഭ്യാസ ലോൺ എടുത്ത് അത് തിരിച്ചടവിൻ്റെ കാര്യം അടക്കം ചർച്ച ചെയ്യേണ്ട വേളയിൽ അതിനൊരു പരിഗണന കൊടുക്കാൻ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഖ്യധാര ട്രേഡ് യൂണിയനുകൾ തയ്യാറല്ല. ഇന്നത്തെ ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അലങ്കോലപ്പെട്ടത്, നഴ്സിംഗ് മേഖലയിലെ ചർച്ച വരുമ്പോൾ എല്ലാ ജീവനക്കാർക്കും തുല്യമായിട്ടുള്ള വർധനവ് ഉണ്ടാകണം എന്നുള്ളതാണ് ഡിമാൻഡ് വന്നിരിക്കുന്നത്. ഞാനിപ്പം ഒരു വിഭാഗത്തിനും വർധനവ് കൊടുക്കല്ലേ എന്ന് ഞാൻ പറയില്ല. പക്ഷേ നഴ്സിംഗ് വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളതുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇതിന് തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ ഗവൺമെന്റ് ഭരിച്ചപ്പോൾ നഴ്സിംഗ് കൗൺസിലുകൾ അടക്കമുള്ളവരും നോക്കുകുത്തികളായി നിൽക്കുകയാണ്. ഏതായാലും ചർച്ച 2 ദിവസത്തിനു ശേഷം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ എന്ത് നിലപാട് സർക്കാർ എടുക്കും എന്ന് നോക്കേണ്ടത്. ചർച്ചയിൽ തീരുമാനമാകാതെ നഴ്സുമാരുടെ സമരം വീണ്ടും. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷായിലേക്ക്. ജാസ്മിൻ ഷാ, ഈ കാര്യത്തിനകത്ത് നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ, ജിയോ അനുസരിച്ച് കൃത്യമായ ശമ്പളം നഴ്സുമാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന വാദത്തിൽ മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുന്നു. രണ്ടാമത്തത്, അതൊരു സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ചുള്ള ശമ്പളമാണ് ലഭിക്കുന്നത്. അത് കേരളത്തിലെ സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നവർ പറയുന്നു. ഇതിനകത്ത് ഇനി വരാൻ പോകുന്ന ന്യായം ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഉയർന്നു കേട്ടതുപോലെ ഈ ഒരു സമയമായിരുന്നില്ല സമരത്തിനുള്ള സാഹചര്യം എന്നൊരു നിലപാട് കൂടി ഒരു പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർക്കാർ തലങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ സമരം ഏത് വഴിയിലേക്കായിരിക്കും തിരിയുക? മറ്റത്, നഴ്സിംഗ് കൗൺസിൽ ഈ കാര്യത്തിനകത്ത് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വെറും വളരെ പാസീവായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ്. അതെല്ലാം നിങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? തീർച്ചയായിട്ടും ഞങ്ങളെ സംരക്ഷിക്കേണ്ട നഴ്സിംഗ് കൗൺസിലുകളടക്കം ഈ കാര്യത്തിൽ നോക്കുകുത്തികളായി നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലായാലും കേരള നഴ്സിംഗ് കൗൺസിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ട്രെയിനിങ് സമ്പ്രദായം പാടില്ല എന്ന്.
എന്നാൽ ഇവിടെ ആശുപത്രി മാനേജ്മെന്റുകൾ ട്രെയിനികളുടെ പേരിൽ പറഞ്ഞുകൊണ്ട് 6500 BSc കഴിഞ്ഞവർക്കും 6000 രൂപ GNM കഴിഞ്ഞവർക്കും കൊടുത്തുകൊണ്ട് ഒരു പട്ടാപ്പകൽ പകൽ കൊള്ള തന്നെയാണ് ഈ മാനേജ്മെന്റ് നടത്തുന്നത്. പിന്നെ ഞങ്ങൾ പറയുന്നത് സർക്കാർ പലപ്പോഴും പറഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ സർക്കാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞെന്താ, സർക്കാരിനോട് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾ താഴേക്കിട മുതൽ എന്താണ് സർക്കാർ സേവനം ഞങ്ങൾ ചെയ്യാം, സൗജന്യമായിട്ട് ചെയ്യാം, ഞങ്ങൾക്ക് 1 രൂപ ശമ്പളം വേണ്ട. പക്ഷേ ഈ സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് കൂച്ചുവില കിടക്കണം, അതിനല്ലേ തയ്യാറാവേണ്ടത്? ഇവിടെ ഞങ്ങൾ വേണ്ടത് ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള പണമാണ് വേണ്ടത്. ഇവിടെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനം തന്നെ, നഴ്സിംഗ് സേവനം തന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ ഞങ്ങൾ എങ്ങനെ കണ്ടെത്തും? 80% ആശുപത്രികളും മിനിമം നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലല്ലോ, വിവരാവകാശ നിയമം പറയാൻ ലേബർ വകുപ്പാണ്. പിന്നെ എങ്ങനെയാ ഇതിനെ നേരിട്ട്? അമൃത ആശുപത്രി ബെഡിന്റെ എണ്ണത്തിൽ 3 ആശുപത്രിയായി, 2 ആശുപത്രിയായി, 1 മെഡിക്കൽ കോളേജ്, 1 സൂപ്പർ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഈ ശമ്പള പരിഷ്കരണത്തെ അട്ടിമറിക്കുന്ന നയം എല്ലാ ആശുപത്രികളും നിങ്ങൾ നോക്കൂ. അമല ആശുപത്രി 1 മെഡിക്കൽ കോളേജാണ്, 1 സൂപ്പർ സ്പെഷ്യാലിറ്റി. ഒരേ ബിൽഡിങ്ങിൽ നിൽക്കുന്ന ആശുപത്രി 2ഉം 3ഉമായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഈ മിനിമം വേജസ് അട്ടിമറിക്കണം. അങ്ങനെ കേരളത്തിലെമ്പാടും ഈ ആശുപത്രികൾ ഈ മിനിമം വേജസിനെ അട്ടിമറിച്ചു. 80% ആശുപത്രികളും മിനിമം വേജസ് എന്ന് പറയുന്ന കാര്യം വെറും പേപ്പറിൽ മാത്രം ഒഴുകി. വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞാൽ 6-6-12 എന്ന് പറഞ്ഞ സമയക്രമം വേണം എന്ന് പറഞ്ഞിട്ട് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് രാത്രി 12 മണിക്കാണ് നഴ്സുമാർ ഷിഫ്റ്റ് ഇറങ്ങുന്നത്. നാളെ ജിഷയെ പോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മാത്രം നമ്മൾ പ്രതികരിച്ചാൽ മതിയോ? ആ പ്രശ്നം ഉണ്ടാവാതെ അതാണ് ശ്രീ ഹുസൈൻ കോയത്തങ്ങൾ, നിങ്ങൾ പറയുന്ന വാദങ്ങൾ മുഴുവൻ അംഗീകരിച്ചാൽ പോലും സുപ്രീം കോടതിയുടെ ചില ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ ഈ മിനിമം വേതനം സംബന്ധിച്ച്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വാദങ്ങളിലൊന്നും അതിനെക്കുറിച്ച് പരാമർശിക്കാത്തത്? ചർച്ചകൾ അതുമായി കണക്ട് ചെയ്തിട്ടാണല്ലോ പോകേണ്ടത്. ആ വിഷയത്തിന് എന്തുകൊണ്ടാണ് അത് പറയാത്തത്? ഇത് ഒരു സംസ്ഥാനത്തിനകത്ത് മാത്രം തീരുമാനിക്കേണ്ടതാണ് ഈ വേതനം എന്ന രീതിയിൽ ഈ ചർച്ചകളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ? സുപ്രീം കോടതി ഒരിക്കലും 20,000 രൂപ സാലറി നൽകണമെന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് നഴ്സസ് നൽകുന്ന സാലറി സ്വകാര്യ ആശുപത്രികൾ നൽകണമെന്നോ പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിലാണ് ചർച്ചകൾ മുഴുവൻ പോകുന്നത്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞത് ട്രെയിൻഡ് നഴ്സ് അസോസിയേഷൻ 2012 നൽകിയ ഒരു കേസിന്റെ വിധിയിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അവർ വെന്റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രീവിയൻസ് യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിനോട് ഒരു എക്സ്പേർട്ട് പാനൽ തയ്യാറാക്കി അതിനെ പഠിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്തു. ആ പഠന കമ്മിറ്റിയുടെ ശുപാർശയാണ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. ആ അയച്ചു കൊടുത്തതിൽ മിനിമം വേജ് മാത്രമല്ല, വേതനം മാത്രമല്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അത് പിന്നെ കേരള സംസ്ഥാന സർക്കാരിന് സെൻട്രൽ ഗവൺമെന്റ് അയച്ചു കൊടുത്ത ആ ശുപാർശകൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയല്ല, തെറ്റിദ്ധരിക്കരുത്. സുപ്രീം കോടതി വിധിയല്ല ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് അയച്ചു കൊടുത്തിട്ടുള്ള ആ ശുപാർശകൾ കേരള സംസ്ഥാന സർക്കാരിനോട് അതിലെ നടപടികൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ വിധി വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതിന്റെ കോപ്പിയുണ്ട്, ആ വിധിപ്പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നിരുന്നത് ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന് ശുപാർശ ചെയ്യാനുള്ള അധികാരം മിനിമം വേജ് ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ഷെഡ്യൂൾ എംപ്ലോയ്മെന്റുകളിൽ മാത്രമേ ശുപാർശ ചെയ്യാൻ അധികാരമുള്ളൂ. കേരളത്തിലെ ഹെൽത്ത് കെയർ മേഖല കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ഷെഡ്യൂൾ എംപ്ലോയ്മെന്റിൽ പെട്ടതാണ്. അതിന്റെ പ്രോസസ്സ് മിനിമം വേജ് റിവിഷൻ സാധാരണഗതിയിലുള്ളത് പോലെയുള്ള അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപ്രകാരം കേരള സംസ്ഥാന സർക്കാരിന് നടപടി സ്വീകരിക്കാമെന്നല്ലാതെ സുപ്രീം കോടതി പറഞ്ഞത് പ്രകാരമോ അല്ലാതെയോ സെൻട്രൽ ഗവൺമെന്റിന് അതിൽ ഇടപെടാൻ പാടില്ല. ക്യാപ്റ്റൻ അബേൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധി വന്നിട്ടുള്ളത്. ഷിബു ബേബി ജോൺ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. ഇതാണ് നിലപാട് എന്ന് പറയുന്നു. നഴ്സുമാരുടെ വാദങ്ങൾ പരിപൂർണമായും തള്ളിക്കൊണ്ട് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് വക്താവ് തന്നെ പറയുമ്പോൾ ഇതിനകത്ത് എന്താണ് ചർച്ചയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ കഴിയാനാകുമെന്ന് കരുതുന്നു താങ്കൾ? അല്ല, ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ ഒത്തിരി കാര്യമുണ്ട്. ഇത് ഗവൺമെന്റ് ബോധപൂർവം ഇതിൽ നിസ്സംഗത പാലിക്കുകയാണ് എന്ന് സംശയിക്കാൻ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ ആരോഗ്യവകുപ്പാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചത്, ഈ ബൽരാമൻ കമ്മിറ്റിയെ. അത് മറ്റുള്ള ബൈൻഡിങ് അല്ലെങ്കിൽ ഒരു ശുപാർശ വന്ന് അത് ഗൈഡ് ലൈനായി വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കണം, അതൊരു ഗൈഡ് ലൈനായി വെച്ചുകൊണ്ട് ടാർഗറ്റായി വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കാനെന്ന് സാധിച്ചു. എന്നാൽ ഇന്നത്തെ ഗവൺമെന്റ് മുമ്പിൽ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ കമ്മിറ്റി ഓഫ് സെക്രട്ടറീസിന്റെ ശുപാർശ, സുപ്രീം കോടതി ആനാഞ്ഞനുസരിച്ച് കമ്മിറ്റി ഓഫ് സെക്രട്ടറീസിന്റെ ശുപാർശ 20,000 രൂപ കൊടുക്കണം, മിനിമം കൊടുക്കണം
എന്ന ശുപാർശയുണ്ട്. അതിൻ്റെ അഭിപ്രായം അറിയാൻ കേരള ഗവൺമെൻറ് അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു തൊഴിലാളി വർഗ ഗവൺമെൻറ് അല്ലെങ്കിൽ UDF ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ആ നിമിഷം ഞങ്ങളിത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറിയിപ്പ് കൊടുത്തേനെ. പക്ഷേ ഇത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് അത് ഗൈഡ് ലൈനെ അടിസ്ഥാന വിഷയമാക്കി വെച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഇവർ ചെയ്ത എന്താണ്? ഇവർ മിനിമം വേജ് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തെളിവെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ആ നിലയിലേക്കുള്ള ഒരു വർധനവിലേക്കാണ് വരാൻ പോകുന്നത്. എന്നാൽ ഫോക്കസ് മാറിപ്പോയി. അവിടാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് തൊഴിൽ മന്ത്രിക്ക് ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുന്നു. ശ്രീ ഷിബു ബേബി ആ വിഷയത്തിൽ തന്നെ ജാസ്മിൻ ഷാ, ഏതായാലും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങള സമരം ഇനി ഏത് വഴിയിലേക്കാകും എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. ഈ വിഷയത്തിനകത്ത് തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്കകത്ത് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന വേതനത്തിൽ നിന്ന് വലിയ വ്യത്യാസമാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ സമവായ ചർച്ചകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ? അല്ല, ഞങ്ങൾ വളരെ വ്യക്തമാക്കിയല്ലോ. ഞങ്ങൾ നിലപാട് മുമ്പേ വ്യക്തമാക്കിയത് പണിമുടക്കുക എന്ന് ഉള്ളതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. ഞങ്ങൾ ഇപ്പം ഇവിടെ ഇരുന്നിട്ട് എന്താ പറയുന്നത് 30% എന്നാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിൽ സമരം ചെയ്തപ്പോൾ ഇവർ 50% ഇടക്കാലാവശ്യം സർക്കാർ പറഞ്ഞപ്പോൾ കൂട്ടിയില്ലേ? എന്നിട്ട് ഇപ്പോഴും വീണ്ടും 30% തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ അതിലെവിടെ ന്യായം? അവിടെ എവിടെ സാമൂഹ്യ നീതി? 50% കൊടുക്കാൻ തയ്യാറായി സമരരംഗത്ത് ഇറങ്ങിയപ്പോഴല്ലേ? പല ഈ ശമ്പളം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ദയ ആശുപത്രി ഇവർ ഊരുവിലക്കിയില്ലേ? ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയില്ലേ? അങ്ങനെയല്ലേ ഇവർ ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്, ഇവിടുത്തെ രോഗികളെ വെല്ലുവിളിക്കുന്നത്, ഇവിടുത്തെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നത്? ഇവരെന്താ ഇന്നും പറഞ്ഞത്? സർക്കാർ പ്രഖ്യാപിക്കട്ടെ, 100-150% പ്രഖ്യാപിച്ചാലും കൊടുക്കാമെന്നാണ്. അപ്പൊ അതിനവർക്ക് തടസ്സമില്ല. അപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം? ആരാണ് ഇച്ഛാശക്തി തീർച്ചയായും ഏതായാലും സമവായ ചർച്ചകളിലൂടെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് പൊതുജനത്തിനും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പൊതുജനം മനസ്സിലാക്കുകയും വേണം ഈ സമരത്തിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. അസംഘടിതരായതുകൊണ്ട് അവഗണിക്കപ്പെടേണ്ടതല്ല നഴ്സുമാരുടെ സമരം എന്നുകൂടി പറഞ്ഞുകൊള്ളുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഷിബു ബേബി ജോൺ, ഹുസൈൻ കോയത്തങ്ങൾ, ജാസ്മിൻ ഷാ, അതോടൊപ്പം തന്നെ PK രാജു, UNA സംസ്ഥാന സെക്രട്ടറി അംഗം ഹാരിസ് കൊച്ചിയിൽ നിന്നും, ഒപ്പം P. കരുണാകരൻ MP. നന്ദി. ട്രെയിൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.